മോളെ കൊണ്ട് ഞാനിപ്പം ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ട്. അവള് തന്നെ ഇത്ര ഒരു കഷ്ടപ്പെട്ട് പിന്നെ അതിലെനിക്ക് ഉപരി എന്റെ അമ്മയ്ക്കൊരു വീട് വേണം. നിങ്ങൾ എന്റെ അമ്മ ഒരു ദിവസമെങ്കിലും അതിൽ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അത് നമ്മുടെ പഴയ വീടായിരുന്നേ, ഓടിട്ട വീടായിരുന്നു. അതിനകത്ത് മഴ പെയ്ത് ഒരു തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല. അതേപോലെ അകത്ത് ചോർച്ച, ഇഷ്ടംപോലെ അട്ടകള്, കറുത്ത അട്ടയൊക്കെ വരും മഴ സമയത്ത്. നമുക്ക് അന്നത്തെ ടൈമിൽ ടി വി ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, ഒരു നല്ല ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ഉള്ളവരുടെ വീട്ടിൽ പോയി കാണും. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമായിരുന്നു ഇവിടെ വലിയൊരു ടി വി വെക്കണം, 50 ഇഞ്ച് പോട്ടെ. ഓക്കെ, നമുക്കൊരു വെറൈറ്റിക്ക് ഇവിടെ കോളിംഗ് ബെൽ ഉണ്ട്, അതടിക്കണ്ട. നമുക്ക് ഇവിടെ മണിയുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. സോ ഇതാണ് നമ്മള് അമൃതയുടെ ആഗ്രഹം. എത്ര നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ആഗ്രഹം? ഇത് കൊറേ വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു, അറൗണ്ട് ഒരു 10-25 വർഷം. അപ്പൊ ഇതാണ് ലിവിംഗ് റൂം. അതെ, ഒരു ചെറിയ സ്പേസ് ആണ്. അപ്പൊ നമ്മൾ ഉള്ളതിനകത്തൊരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് നമ്മുടെ ട്രോഫീസും കിട്ടിയ മൊമെന്റോസ് ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഓപ്പൺ കിച്ചൺ ആക്കി. ശരിക്കും അത് നല്ലതാ, ഇവിടെ നിന്ന് നമുക്ക് ഫുൾ എല്ലാം കാണാം. നമുക്ക് കുക്ക് ചെയ്യാം. ഇതാണ് അമൃതയുടെ റൂം. പക്ഷെ ഈ റൂമില്ലേ ബാക്കിയുള്ള 2 റൂംസിനെക്കാളും നല്ല വ്യത്യാസം ഉണ്ടല്ലേ, കുറച്ചും കൂടി പ്രീമിയം ആയിട്ടാണ്. സ്വന്തം റൂമിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ബാൽക്കണി. അതെ, അതും നല്ല കറക്റ്റ് വ്യൂ കിട്ടുന്ന ബാൽക്കണി. നല്ല ഒരു മഴ, ഒരു കട്ടൻ ചായ, അതിൽ ഇങ്ങനെ ഊഞ്ഞാലക്കാടി, കൂടെ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും. നീ കട്ടനൊക്കെ കുടിച്ചിരുന്ന ആടാ? അല്ല, കല്യാണം. പക്ഷെ ഇനിയിപ്പോ സെറ്റിൽ ആവാനുള്ള സമയം. ഞാൻ 2026 ഇങ്ങനെ പ്ലാൻ ഉണ്ട് കല്യാണം. അപ്പോ ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അമൃതയുടെ ആഗ്രഹത്തിന്റെ മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓൾറെഡി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സീരിയൽ ആക്ട്രസ് ആണ് അമൃത. സോ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമുക്കൊരു വെറൈറ്റിക്ക് ഇവിടെ കോളിംഗ് ബെൽ ഉണ്ട്, അതടിക്കണ്ട. നമുക്ക് ഇവിടെ മണിയുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. കേൾക്കൂല തോന്നുന്നു, പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ ആരില്ല, ബെല്ലിനെ അടിക്കുക. ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഞങ്ങളൊരു വെറൈറ്റിക്ക് മണി അടിച്ചതാ, മണി കണ്ടപ്പോ. ശബ്ദമില്ല, പക്ഷെ നല്ല രസമുണ്ട്. അത് ഗിഫ്റ്റ് കിട്ടിയതാണ്, കൊള്ളാം. സോ ഇതാണ് നമ്മള് അമൃതയുടെ ആഗ്രഹം. അതെ, ഭയങ്കര ഡിഫറെന്റ് നെയിമാ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ആണോ? വീടിന്. താങ്ക് യു. ഓക്കെ, അപ്പം വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇത് എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു വീട്? നമുക്ക് പുറത്തോട്ട് സംസാരിക്കാം, നല്ല കാറ്റൊക്കെ കിട്ടും. കാറ്റും കിട്ടും, വെട്ടവും കിട്ടും. സാധാരണ ഒരു വീട്ടിലേക്ക് ഗസ്റ്റ് വന്ന അകത്തേക്ക് വിളിക്കാം. ഇത് കുറച്ച് വെറൈറ്റി. ആദ്യം പുറത്തെ ഭംഗിയെല്ലാം നിങ്ങൾ കാണിച്ചിട്ട് ഞാൻ അകത്ത് കൊണ്ടുപോകും. അമ്മ ഒരു എത്ര നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ആഗ്രഹം? ഇത് കൊറേ വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു, അറൗണ്ട് ഒരു 10-25 വർഷം. 10-24 വർഷം. 24 വർഷത്തെ ആഗ്രഹമാണ് ഇപ്പം സഫലമായത്. ഭയങ്കര. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടുത്തെ ഇങ്ങോട്ടുള്ള റോഡൊക്കെ ഞാൻ ആക്ച്വലി ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റപ്പോ ഞാൻ വിചാരിച്ചു നമ്മള് ഇന്റർവ്യൂവിനാണ് പോകുന്നത്, ഏതെങ്കിലും സ്ഥലത്ത് ട്രിപ്പ് പോകണം. ഫുൾ നല്ല റബ്ബർ റോഡല്ലേ, റോഡും നല്ല സ്ഥലവും. നല്ല സ്ഥലം ഫുള്ള് റബ്ബറും തോട്ടവും അതേപോലെ ചുറ്റും മലകളൊക്കെയാണ്. സമയം ഉണ്ടായെങ്കിൽ നിന്നെ ഞാൻ കനാലിൽ കൊണ്ടുവരും. ഇപ്പൊ എനിക്ക് കനാലിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു. ലേറ്റ് ആയി പോയി. ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ? ഇതൊരു 1300. ആരപ്പ ഇതിന്റെ ഫുൾ ഡിസൈൻ ഒക്കെ സെലക്ട് ചെയ്തത്? എല്ലാം ഞാൻ തന്നെയാണ്. എല്ലാം ഞാനാണ്. നമ്മളൊരു ഐഡിയ, ഒരു വീടിനെ എങ്ങനെ ഉണ്ടാവും നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഒരു കുറെയൊക്കെ ഐഡിയ നമ്മുടെ 3D ചെയ്ത ആൾക്കാണ് ഫസ്റ്റ് നമ്മൾ ഒരു വലിയ താങ്ക്സ് പറയണ്ടേ. ഷാൻ തിരൂർ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് നമുക്ക് 3D ചെയ്ത് തന്നത്. അത് കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എത്ര നാളെടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ? ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഒരു പ്ലാൻ ഒക്കെ ചെയ്തു. ഇവിടെ വേറൊരു വീടായിരുന്നു, ഞങ്ങളുടെ ഒരു ചെറിയ വീടായിരുന്നു.
അപ്പം കുറച്ചുകൂടെ ഹൈറ്റിൽ ഇരിക്കണം. ഏകദേശം ഈ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ വീട് പൊളിച്ചു, സ്ഥലം എടുത്തിട്ട് കുറച്ച് താഴ്ത്തിയപ്പോഴത്തേക്ക് നമ്മുടെ പ്ലാനൊക്കെ മാറി, ബഡ്ജറ്റൊക്കെ മാറി, അങ്ങനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. പിന്നെ രണ്ടാമത് ഓക്കെ നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാന്നുകൊണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ലോണൊന്നും ശരിയാത്തോണ്ട് പിന്നെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മള് ലോൺ ഇല്ലാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ എന്റെ 3-4 ഫ്രണ്ട്സ് പറഞ്ഞ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് നോക്കൂന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു 8 മാസം ടോട്ടലി. വീട് പണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 8 മാസം. നമ്മൾ അതിന് മുന്നേ പ്ലാൻ ചെയ്തതായിരുന്നു. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് ആ പഴയ വീട് പണ്ട് വീഡിയോസിലൊക്കെ. ആ വീടിരുന്ന സ്ഥലമാണ്, ആ വീടിരുന്ന സ്ഥലമാണിത്. ഓ, എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ഷൂട്ട് കഴിഞ്ഞ് വരുന്നതും ആ വീട്ടിലേക്കായിരുന്നില്ലേ വന്നത്. എനിക്ക് ഓർമ്മയുണ്ട് പണ്ടത്തെ വീഡിയോസിലൊക്കെ. അതിനുശേഷം ട്രിവാൻഡ്രത്തേക്ക് ട്രിവാൻഡ്രത്തോട്ട് മാറിയിട്ട് ഒരു 21 വർഷമായി. ഏറ്റവും കൂടുതൽ ആൾക്കാരും നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കുറെ കമന്റ്സ് ഒക്കെ കാണുന്നത്, അതായത് നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ട് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു വീട്. അപ്പൊ ഇത് എത്ര ബഡ്ജറ്റ് ആയിരുന്നായിരിക്കും ആൾക്കാർ കൂടുതലും അന്വേഷിക്കുന്നത്? എത്ര ബഡ്ജറ്റ് പറയണോ? ബഡ്ജറ്റ് നമുക്കൊരു 35-നകത്ത് എല്ലാം ഇന്റീരിയർ എല്ലാം കൂടി, എല്ലാം ഇന്റീരിയർ, ഫർണിച്ചർ, കർട്ടൻസ്, അങ്ങനെ എല്ലാം കൂടി നമുക്ക് 35-നകത്താണ്. ഇതിന്റെയൊക്കെ പ്ലാൻ ആരാ വെച്ചത്? അതായത് ഇന്നത് മതി ഇത് മതി എന്നൊക്കെ എല്ലാം ഞാൻ തന്നെയാണ്. എല്ലാം കാരണം എന്ന് വെച്ചാല് ഇതെല്ലാം പ്ലാൻ ചെയ്യണം, ഇതിന്റെയൊക്കെ ഓരോന്ന് ഓർഡർ കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്യണം, ഇതിനൊക്കെ ഞാനല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാം ഞാൻ തന്നെയാണ് പ്ലാൻ ചെയ്ത്, ഞാൻ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്തത്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അമ്മേന്റെ അടുത്തോ ബ്രദറിന്റെ അടുത്തോ ചോദിക്കും. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും 90% ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. എങ്ങനെയുണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു വീട് ഫുൾ പണിതെടുക്കുമ്പോൾ? മതിയായി. ഒരു വീട്, ചെറിയൊരു വീട് പണിതപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വീടിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മസ്താനി വീട് വെച്ചോ, നീ ആദ്യം പ്ലാൻ തുടങ്ങുമ്പോൾ എന്റെ അടുത്ത് ചോദിക്കണം കേട്ടോ. ഞാൻ എല്ലാം ഓരോന്നായിട്ട് പറഞ്ഞുതരാം. കാരണം ഒരു വീട് വെക്കുമ്പോഴേ നമുക്ക് അതൊരു വലിയൊരു പ്രൊസീജിയറാണ്, വലിയൊരു ടാസ്ക് ആണ്. അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും പല കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതാണെങ്കിലും പല മിസ്റ്റേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പലതും ഇപ്പൊ ഒരു വീടിനെ കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും അറിയത്തില്ല. പക്ഷെ ഇപ്പം ഞാൻ എല്ലാം പഠിച്ചു. എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, എനിക്ക് എവിടെയാണ് കാശ് പോയത്, എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ സാധനം എത്ര സ്ക്വയർ ഫീറ്റ് എടുക്കണം, അങ്ങനെ ഇപ്പൊ എല്ലാം ഞാൻ പഠിച്ചു. നമ്മൾ പുറത്തുനിന്ന് കയറി വരുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധ പോകുന്നത് ഈ ഒരു വാളിലേക്കാണ്. എന്താ ഇതിന്റെ പിന്നിലുള്ള കഥ? ഇത് സെലക്ട് ചെയ്തത്? ഇതിന്റെ പിന്നിലുള്ള കഥ പറഞ്ഞാൽ എന്റെ കോൺട്രാക്ടർ തന്നെ ഓടിക്കും കേട്ടോ. സത്യം പറയാലോ, നമ്മുടെ വീടിന്റെ 3D ആക്ച്വലി ഏറ്റവും വലിയ ഭംഗിയായിട്ട് തോന്നിയത് ഇതും നമുക്ക് ആ മുകളിലൊരു ഗ്ലാസ്സും ഉണ്ടല്ലോ, അതുമായിരുന്നു. അപ്പൊ നമ്മളിത് ആദ്യമേ അങ്കിൾ ചെയ്തിട്ട് നമ്മളത് മാറ്റിയിട്ട് എനിക്കിത് സ്റ്റോൺ തന്നെ വേണോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റോൺ എടുത്തോണ്ട് കൊടുത്തിട്ട് ആക്ച്വലി കളർ ഇതായിരുന്നില്ല, ഒരു പിങ്ക് ഷെയ്ഡ് ആയിരുന്നു, ഒരു ബേബി പിങ്ക് ഷെയ്ഡ് ആയിരുന്നു. പക്ഷെ പണിക്കാര് നമുക്ക് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിനെന്തോ വാക്സ് എന്തോ പറയും, ഒട്ടിക്കുന്നതാണ്. അപ്പൊ ഇവരിത് ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരയ്ക്കും തുണി വെച്ച്, സോ ഇത് ഫുള്ള് ബ്ലാക്ക് ആയിപ്പോയി. അത് ഒരിക്കലും ഞങ്ങളുടെ കോൺട്രാക്ടിന്റെ കുഴപ്പമില്ല കേട്ടോ, ഈ പണിക്കാരുടെ പ്രശ്നമാണ്. അപ്പം ഇത് പാലുകാച്ചിന്റെ തലേന്നാ ചെയ്യുന്നേ. ഓക്കെ, അപ്പം ഇതിന് മുകളിലൊക്കെ ഒട്ടിച്ചു തുടങ്ങിയപ്പോഴേ ഞാൻ ചോദിച്ചു, ചേട്ടാ എക്സാക്ട് ആ കളർ കിട്ടത്തില്ല, ഈ ബ്ലാക്ക് ആയിരിക്കത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എക്സാക്ട് അത് തന്നെ ആയിരിക്കുന്നു. പക്ഷെ പണി കംപ്ലീറ്റ് ആയത് പാലുകാച്ചിന്റെ തലേ ദിവസമാണ്. എനിക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ ഇത് എടുത്തു കൊടുത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാകുമല്ലോ. അപ്പൊ അതുപോലെ വരാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എല്ലാരും കണ്ടപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ മനസ്സിലൊരു ഐഡിയയും ഞാൻ സ്റ്റോറിയിൽ നിന്നുള്ള കണ്ടതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതല്ല. അത് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ, ആർക്കും അറിയത്തില്ലല്ലോ. അതാണ്. കൊള്ളാല്ലേ. പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ വരും, അതൊന്നും വന്നിട്ടില്ല. ഇത് സ്റ്റോൺ ആണ്, റിയൽ സ്റ്റോൺ ആണ്, വാൾ സ്റ്റോൺ എന്ന് പറയും. യെസ്, അതാ ഞാൻ പറഞ്ഞത്. നിനക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം എന്റെ അടുത്ത് ചോദിക്കാം. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം. നിങ്ങൾ ഒരുപാടൊന്നും ഭയങ്കര എക്സ്പെക്ടേഷനോടൊന്നും വരരുത്. ഇതൊരു വളരെ സാധാരണക്കാരുടെ വീട് എന്നൊക്കെ പറയുമല്ലോ, അതാണ് എന്റെ വീട്. അയ്യോ, ഞാൻ ആക്ച്വലി വന്ന സമയത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കയറിയായിരുന്നു. അതാ ഞാൻ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള, ഭയങ്കര നീറ്റ് ടൈഡി ആയിട്ട്, അതായത് നല്ല രസമുള്ളൊരു വീട്. കുറെ ആൾക്കാർക്ക്, എനിക്ക് പേഴ്സണലി നല്ല ഒതുങ്ങിയ വീടുകളാണ് ഇഷ്ടം. വൃത്തിയാക്കാനും സുഖമാണ്, നമുക്ക് എല്ലാരും പെട്ടെന്ന് കാണാനും പറ്റും. തീർച്ചയായിട്ടും എനിക്കിഷ്ടമായി, നല്ല ക്യൂട്ട് വീട്. അപ്പൊ നമുക്ക് അകത്ത് ബാക്കി ഓക്കെ, നമ്മുടെ വീടുകൾക്ക് പൊതുവെ പേരുകൾ എല്ലാവരും ഇടും, പല പല വീട്ടുപേരുകൾ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരാണ് ആഗ്രഹം.
എനിക്കറിയാം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് വീട്. അപ്പൊ എന്നാലും ആ ഒരു ആഗ്രഹം എന്ന് പറയുന്ന ഒരു പേര് ആരുടെ സജഷൻ ആയിരുന്നു? അമ്മ പറഞ്ഞത് ആഗ്രഹ എന്നാണ് പറഞ്ഞത് ഇടാനായിട്ട്. പക്ഷെ ആഗ്രഹ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു പേര് വരുന്നില്ലല്ലോ. ഇപ്പൊ നമുക്ക് മക്കളൊക്കെ ഉണ്ടാവുന്നെങ്കിൽ നമുക്ക് അവർക്ക് ഇടാം. പക്ഷെ വീടിന് അങ്ങനെ ഇടാൻ എനിക്ക് എന്തോ ഒരു തോന്നി. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കി ആഗ്രഹം നാക്കി. അപ്പൊ നമ്മുടെ വീടിനും പെർഫെക്റ്റ് ആണ്. നമ്മുടെ ആഗ്രഹമല്ലേ, പിന്നെ ആഗ്രഹം. അതെ, ആഗ്രഹം അങ്ങനെയും പറയാം. അങ്ങനെ നമ്മൾ ഇത് ഒരു തേക്കിന്റെ വുഡിൽ ചെയ്തതാണ്. റാലിയില് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. പക്ഷെ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ ഇത് ദൃഷ്ടി ഗണപതിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്താ, അത് ഭയങ്കര ക്യൂട്ടായിട്ട്. ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നതാണ്. അമ്മയുടെ ഫ്രണ്ടിന് എന്റെ ഫ്രണ്ട് കണ്ണൂരിന്ന് കൊണ്ടുവന്നതാണ്. അയ്യടാ. എന്തായാലും ആഗ്രഹത്തിന്റെ അകത്തേക്ക് കയറാം. ഇത് നമ്മുടെ ഡോറ്. അതൊന്നും പറയണ്ടല്ലോ. ഇത് തേക്കാണ്. ഓക്കെ, വരും. കമോൺ. അപ്പൊ നമുക്ക് ആദ്യം ലിവിംഗ് ഏരിയയിലേക്ക് പോവാം. അതെ, ഇരിക്കും. ഓക്കെ, ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ഇതാണ് ലിവിംഗ് റൂം. അതെ, ഒരു ചെറിയ സ്പേസ് ആണ്. അപ്പൊ നമ്മൾ ഉള്ളതിനകത്തൊരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് നമ്മുടെ ട്രോഫീസും കിട്ടിയ മൊമെന്റോസ് ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ലിവിംഗ് റൂമിന്റെ ഈ ഒരു കളർ തീമൊക്കെ ഇത് നമ്മുടെ ഇതിനകത്തുണ്ട് 3D ഉണ്ടായിരുന്നല്ലോ. നമുക്ക് നില ഇന്റീരിയേഴ്സ് ആണ് 3D ചെയ്ത് തന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഈ 3D എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വീടിനകത്ത് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് കളർ പെയിന്റിങ് ഇതായിരുന്നു. സെയിം നമ്മൾ തന്നെ ചെയ്തു. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ കർട്ടൻസ് അത് എടുത്തു പറയും. കാരണം നമ്മളൊരു 3 ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എറണാകുളം, കോട്ടയം, പിന്നെ അഞ്ചൽ. അപ്പൊ ഈ 3 പേരൊന്നും ലാസ്റ്റ് നമുക്കൊന്നും മാറേണ്ടി വന്നു. അവസാനം നമ്മൾ എറണാകുളത്തുള്ള അന്ന വിൻഡോസ് ഫാഷൻ എന്ന് പറയുന്ന അവിടെ നിന്നാണ് അവർ നമുക്ക് ഈ ഒരു കർട്ടൻ ചെയ്തു തന്നത്. അപ്പൊ ഇവിടെ വന്നവരെല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു ചെറിയൊരു ഹാളിന്റെ ഭംഗി കൂടുന്നതും ഈ ഒരു കർട്ടൻ ആണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഡബിൾ എയർ കർട്ടൻ ആട്ടോ. ഇതിന്റെ ടൈറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതായത് നമുക്ക് പകല് ഇത് ഓപ്പൺ ചെയ്തിടണം. അതാകുമ്പോ ഇതിനകത്തൂടെ അവിടെ ഗ്ലാസ് ആണോ? അല്ലല്ലടാ, ഇത് ഹോളാണ്. അവിടെ ഉണ്ട്, ജനലുണ്ട്. പക്ഷെ വെട്ടം കയറണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയിടണം. അപ്പൊ ഈ ഷീറിന്റെ അടിയിൽ കൂടെ വെട്ടം കയറത്തുള്ളൂ. ഒട്ടും വെട്ടം കയറണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കംപ്ലീറ്റ് ആയിട്ടാ ക്ലോസ് ചെയ്യണം. ഒട്ടും വെട്ടം കയറില്ല, വെയിൽ ഒട്ടും അകത്ത് കയറില്ല. അടിപൊളി. പിന്നെ അപ്പൊ ഈ സോഫയും ഈ കളർ തീമും 3D തന്നെ ഉണ്ടായിരുന്നു? ഇല്ല. പറ, എന്താ ഇങ്ങനെ ബഹളം കിട്ടില്ല. ഞങ്ങൾ അത് ആരും ഇല്ലാത്തപ്പോ ഞങ്ങളുടെ വഴക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയും. എന്തിനാ വഴക്കിട്ടെ? അത് ചുമ്മാ ഒന്ന് പറയും, രണ്ടു പറയും, പിന്നെ 3, 4 ഓക്കെ. അമ്മ പറ, എന്താ ഈ സോഫ എടുത്തത്? ഈ സോഫക്ക് ഈ കളർ സെലക്ട് ചെയ്തത്? സോഫ ഓൾറെഡി ഈ കളർ അല്ലായിരുന്നു. ഈ കർട്ടന്റെ കളർ വൈറ്റ് കളർ ആയിരുന്നു എടുത്തത്. ഞങ്ങൾ ചെന്നപ്പോയില്ലേ സോഫയുടെ കാര്യം അവള് തന്നെ പറയട്ടെ. സോഫ നമുക്ക് ഇതല്ല കളർ നമ്മൾ ഈ സെയിം കളർ ആയിരുന്നു എടുത്തത്. അപ്പൊ ആ ഷോപ്പിൽ നമ്മളെല്ലാം എടുത്ത് വന്നിട്ട് ലാസ്റ്റ് സാധനം എടുക്കാൻ പോയപ്പോ അവര് പറഞ്ഞു ഇത് വേറെ കസ്റ്റമറിന് കൊടുത്തു. അപ്പൊ നമ്മള് അതിന്റെ അവിടുന്ന് വരുന്നതിന് മുമ്പ് നമ്മൾ ആക്ച്വലി കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വന്നത്. അപ്പൊ ഇവര് പ്രീ ബുക്കിംഗിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, സ്റ്റാഫും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അപ്പൊ നമ്മൾ എടുത്ത സാധനങ്ങള് സോഫ, ഡൈനിങ് ടേബിള്, ഫ്രിഡ്ജ്, അങ്ങനെ കുറെ സാധനം എടുത്ത് വെച്ചിട്ടാണ് വന്നത്. നമ്മൾ പാലുകാച്ചിന്റെ ഒരു 4 ദിവസം മുന്നേ സാധനങ്ങളെല്ലാം ട്രിവാൻഡ്രത്ത് ഷോപ്പിൽ നിന്നാണ് എടുക്കാൻ പോയപ്പോ ഇവര് പറയുന്നത് ഇത് പോയിന്നു. എനിക്ക് ഭയങ്കര സങ്കടം. നമ്മൾ ആ വോളിന്റെ കാര്യം പറഞ്ഞ പോലെ, കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനമായിരുന്നു. അവസാനം അവര് പറഞ്ഞു, ഞാൻ അവരോട് വഴക്കായി. അവസാനം അവര് പറഞ്ഞു നിങ്ങൾക്ക് ഇത് തൽക്കാലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോ, മറ്റേത് ഞങ്ങൾ 15 ദിവസത്തിനകം നിങ്ങൾക്ക് ചെയ്തു തരാന്ന്. പാലുകാച്ചിന് ജസ്റ്റ് ഇടാൻ കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ ഇത് കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ടപ്പം ഒരു ഇഷ്ടപ്പെട്ടു. ഇവിടെ ചേരുന്നുണ്ട്, ഒരു കോൺട്രാസ്റ്റ്. ഇപ്പൊ തോന്നുന്നു വൈറ്റിനേക്കാളും നല്ലത് ഇതായിരുന്നു. ഞാനതാ പറയാൻ വന്നത്. വൈറ്റ് എന്ന് പറയുമ്പോ എല്ലാവരും വന്ന് കേറിയിരുന്ന് ഇതിനകത്ത് ഫുഡിന്റെ ഒക്കെ സ്റ്റെയിൻ ഉണ്ട്. പിള്ളേരൊക്കെ കയറി നിന്ന് തുള്ളിച്ചാടി, ആരെന്ന് അറിയത്തില്ല, പൊട്ടിച്ചിട്ട് അന്ന് രാത്രി തന്നെ കുറെ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങള് നോക്കുമ്പോ ഇതിന്റെ മേളിൽ കയറി. അപ്പൊ വൈറ്റ് ആയിരുന്നു ആലോചിക്കുകയാണ്. വൈറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ പ്രോബ്ലം. പക്ഷെ ഈ കളറിന് മാച്ച് ചെയ്യുന്നത് നല്ല രസമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ കളർ. ശരിക്കും ഇത് ഇനിയിപ്പോ ഇത് തിരിച്ചു കൊടുക്കണം? ഇനി കൊടുക്കുന്നില്ല, ഇല്ല, ഞാൻ വിളിച്ചു പറഞ്ഞു. പിന്നെന്താ, പിന്നെ നമ്മള് ഗിഫ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് കിട്ടിയ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ, ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജന തന്നതാണ്. അവളും ഹസ്ബൻഡും കൂടെ തന്നതാണ്. കൃഷ്ണന്റെ തലയിൽ ഇത് ആക്ച്വലി ഇരുട്ടാകുമ്പോ ലൈറ്റ് പോലെ കത്തും. ആണോ? ഇതെല്ലാം ലൈറ്റ് ഫുള്ള് വെട്ടം എല്ലാം ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോ ഭംഗിയാ കാണാൻ. അപ്പൊ ആ സ്റ്റോണിന്റെ നല്ല തിളക്കം ഉണ്ടാവും. ഇതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു. പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ കണ്ട് നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്ക് പൂജാമുറി. ഇപ്പം ഇതാണ് നമ്മുടെ പൂജാമുറി. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണേ. എന്റെ ചേച്ചി
ബാംഗ്ലൂരുള്ള ചേച്ചി തന്നതാണ്. അപ്പം ഇതും എനിക്ക് എന്റെ മാമി തന്നെയാണ് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് വിളക്ക് കത്തിക്കും. പിന്നെ കൃഷ്ണഭക്തയാണ്. ഞങ്ങൾ മൊത്തത്തിൽ ഒരു കൃഷ്ണന്റെ ടച്ച് ഉണ്ട്. പിന്നെ ഇതും ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ആക്ടർ ആനന്ദ് ഉണ്ടല്ലോ, ആനന്ദേട്ടൻ തന്ന ഗിഫ്റ്റ് ആണ്. യെസ്. അപ്പം ഇതായിരുന്നു ഗിഫ്റ്റ്. നമ്മൾ ഇവിടെ തന്നെ വെച്ചു. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ. മസ്താനി കൊണ്ടുവന്ന ഗിഫ്റ്റ് നമുക്ക് ഇപ്പൊ അൺബോക്സ് ചെയ്യാം. അത് വേണോ? എന്താന്ന് അറിയണമല്ലോ. കൃഷ്ണന്റെ ആണോ രാധയാണോ? നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഗിഫ്റ്റ് ആണ്. ഞാനല്ല, ആദ്യം പൊട്ടിക്കട്ടെ. അതെ, ആദ്യം പൊട്ടിക്കട്ടെ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഇതെല്ലാം കൃഷ്ണനാണല്ലോ. അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നതാ. വെറൈറ്റി. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കഷ്ടപ്പെട്ട് കടകളിൽ കയറി ഇറങ്ങി എന്ത് കൊണ്ടുവരും എന്ന് വിചാരിച്ചു കിട്ടിയതാ. അടിപൊളിയാട്ടോ. താങ്ക് യു. ഞങ്ങൾക്ക് എല്ലാം കൂടുതലും കൃഷ്ണനും ബുദ്ധന്മാരുമാണ്. കൊറേ ദൈവങ്ങളായിട്ട്. അതെ അതെ അതെ, നല്ലതാ. അതെ അതെ, തീർച്ചയായിട്ടും. സൂക്ഷിച്ചു കൊണ്ട് വെക്കും മാതാവേ. ഒരുപാട് കടകളിൽ കയറി ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. എടുത്തൊക്കെ പറയണ്ട, നീ വാങ്ങിച്ചത് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതാണ് TV ഏരിയ. അതെ, ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് എക്സ്പ്ലോർ. ഇതൊക്കെ അമൃതയ്ക്ക് കിട്ടി. എനിക്ക് കിട്ടിയ അത് ഇതെല്ലാം ഞങ്ങള് ട്രിവാൻഡ്രത്തെ നമ്മുടെ റെന്റ് ഹൗസിൽ ഇരിക്കുവായിരുന്നു. അപ്പോഴേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് വെക്കും, അതിനകത്ത് ഉള്ള സ്പേസിൽ എനിക്ക് ഇതെല്ലാം കൊണ്ട് വെക്കണമെന്ന്. അപ്പൊ ഇതെല്ലാം നിരത്തി കൊണ്ടുപോയി. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതിനകത്ത് കൊള്ളത്തില്ല. അപ്പൊ കിട്ടിയതൊക്കെ നമ്മള് ഏകദേശം വെച്ചിട്ട് പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പ്ലേ ബട്ടൺ, പിന്നെ ഇതെല്ലാം ഗിഫ്റ്റ് ഇട്ട് കേട്ടോ. ഇത് ഒറിജിനൽ പ്ലാന്റാ. ഇത് ഒറിജിനൽ പ്ലാന്റ്. ഞാൻ വിചാരിച്ചു ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് പ്ലാന്റ് ആയിരിക്കും. ഇത് ഒറിജിനൽ നെല്ല്. ഒറിജിനല്. ഈ പറയും ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയത്. ഇതൊന്നും എടുത്തു നോക്കിയേ. ഏതാ ഒന്ന് തറയിട്ട് പൊട്ടിക്കല്ലേ. എടുക്കാൻ പറ്റി. നല്ല ഒരു ഡിഫറെന്റ് ബുദ്ധയാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. നമ്മള് ഞാൻ പറഞ്ഞല്ലോ കുറെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും ബുദ്ധ ഉണ്ടാവും, പല ടൈപ്പ് ഓഫ് ബുദ്ധ. പക്ഷെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന ഒരു ബുദ്ധനെ ഞാൻ കണ്ടിട്ടില്ല. അതെ, അപ്പൊ നമുക്ക് ഒരു ഡിഫറെന്റ് ആണ്. പാട്ടൊക്കെ കേട്ടിരിക്കുന്നത് ഭയങ്കര സൈലന്റ് കാം ആയിട്ടുള്ള ഒരു ബുദ്ധയാണ്. പിന്നെ ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പൊ എടുത്തില്ലേ, 10-15 കിലോ വരും. ഇതും ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ എന്താ, ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇവിടെ വേറൊരു ബുദ്ധയുണ്ട്. ഇതെല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് വിളക്കും ഈ പീഠവും ഒക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഓക്കെ. പിന്നെ ഇത് ഒറിജിനലാണ്. ഇതെനിക്ക് എടുത്തു പറയാൻ, ഇതെനിക്ക് നില ഇന്റീരിയേഴ്സ് ചെയ്തു തന്നതാണ്. അവരാണ് നമുക്ക് ഈ ഉള്ള കബോർഡ് വർക്കും TV യൂണിറ്റ് ഒക്കെ ചെയ്തു തന്നത്. അപ്പം ഈ ടൈൽസ് ആയിരുന്നില്ല നമുക്ക് ഈ ഒരു കളറാണ് എടുക്കേണ്ടത്, പക്ഷെ അത് കിട്ടാൻ പറ്റാത്തോണ്ട് നമ്മൾ ഇത് എടുത്തത്. പക്ഷെ ഇത് ഭംഗിയുണ്ട്, ഇതിനായിട്ട് മാച്ച് ആവുന്നുണ്ട്. നമുക്ക് അകത്തോട്ട് പോവാം. അമൃതയുടെ ഫോട്ടോസ് ഇവിടെ കൂടുതലും ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ. ഇത് അമ്മൂമ്മ. അമ്മ അമ്മ പണ്ട് പൂക്കി. അമ്മ അല്ലേ പൂക്കിയായിരുന്നു. അത് പഴയ ഒരു ഫോട്ടോയാണ്. ബ്രദറാണോ? അതെന്റെ ബ്രദറാണ്. ബ്രദർ ഇവിടെ ഇല്ല. ഇതൊക്കെ പിന്നെ നമ്മുടെ കുഞ്ഞെടുത്ത ഫോട്ടോസ് ഉണ്ട്. ബ്രദറിന്റെ ചെറുപ്പത്തിൽ. അതെ അതെ, ഫാസിലിനെ പോലെ അല്ലേ? അല്ലേ? ഈ കൈ തന്നൂരത്തിലൊക്കെ വന്നു കേക്കണ്ട ആ ഒരു അതിന്റെ ഇത് അമ്മൂമ്മ, അമ്മ, അമൃത, അനിയൻ. അതെ, ഇനിയുണ്ട് ഫോട്ടോസ് ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല, സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇനിയിപ്പോ അമ്മ വേണ്ടല്ലോ, അമ്മ ഫുഡ് ഉണ്ടാക്കാൻ അതിന് അടുക്കളയിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. നമ്മുടെ വീടിന്റെ എല്ലാരും കണ്ടതിലും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഡൈനിങ് സ്പേസ് ഇല്ല. ഒരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫ്ലോട്ട് ഭയങ്കര നീളത്തിലുള്ളതായിരുന്നു, വീതിയില്ല. അപ്പൊ നമ്മൾ പല രീതിയിലും നോക്കി. നമ്മൾ ഈ ഓരോ സ്പേസും ഓരോ കന്നിമൂലയും അങ്ങനെയൊക്കെ ഓരോന്നും നമ്മൾ നോക്കിയാട്ടോ ഓരോത്തിനും ഓരോ സ്ഥാനം നോക്കിയാ വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞു നമുക്ക് ഒരു നീളത്തിലുള്ള സ്പേസ് ഉണ്ടാവത്തുള്ളൂ. അതിൽ നമ്മൾ ഡൈനിങ് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു ചെറിയ ടേബിൾ ഇട്ടിട്ട്, ഇവിടെ അങ്ങനെ ദിവസം ഗസ്റ്റ് ഒന്നും ഇല്ല. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് ഇവിടെ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നാലും ഞാനും അമ്മൂമ്മയും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് 3 പേർക്കും കൂടി ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു ചെറിയ ഡൈനിങ് സ്പേസ് നമ്മൾ ചെയ്തല്ലേ വാങ്ങിച്ചു, സെറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഓപ്പൺ കിച്ചൺ ആക്കി. ശരിക്കും അത് നല്ലതാ. ഇവിടെ നിന്ന് നമുക്ക് ഫുൾ എല്ലാം കാണാം. നമുക്ക് കുക്ക് ചെയ്യാം. ആരെങ്കിലും വരുന്നുണ്ടോന്ന് അറിയാം എല്ലാരും. അതെ, അപ്പൊ മെയിനായിട്ടുള്ള കുക്കിംഗ് ഇവിടെ അല്ല, ചെറിയ അടുക്കള. ഇവിടെ കൂടുതൽ നമ്മൾ പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അവിടെ കാണിക്കാത്തത് ഫുള്ള്
എല്ലാം ഒതുക്കി വെച്ചിട്ടുള്ള ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കണം. അപ്പൊ അവിടെയാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഞാനും അമ്മയ്ക്ക് ഉള്ളപ്പോ മാത്രമേ ഇവിടെ കുക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ ഇതെല്ലാം ഈ ഇന്റീരിയേഴ്സ് ആണ് നമുക്ക് ചെയ്തു തന്നത്. ഫുള്ള് 3D അനുസരിച്ച് താഴെ ഫുൾ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെറിയൊരു കിച്ചൺ. പിന്നെ എന്താ ഇവിടെ അങ്ങനെ കാണിക്കൊന്നും ഇല്ല. നമുക്ക് നേരെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പൊ ഇതാണ് താഴത്തെ ബെഡ്റൂം. ഇത് അമ്മൂമ്മയുടെ ബെഡ്റൂമാണ്. പിന്നെ ഡോറ് എന്തിന്റെയാ, എന്താ വെയിറ്റ് ഉണ്ടോ? ഇല്ല, ഇത് PVC ഡോറാണ്. നമ്മള് വെയിറ്റ് കുറഞ്ഞ ഡോറാണ് എടുത്തിരിക്കുന്നത്. ഡീസോൾ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് എടുത്ത്, കോട്ടയം. കയറി വരൂ. അപ്പം ചെറിയൊരു ബെഡ്റൂം. ഇത് അമ്മൂമ്മയുടെ ബെഡ്റൂം, അതുകൊണ്ട് മരുന്നൊക്കെ ഇവിടെ കാണും. ചെറിയൊരു ബെഡ്റൂം, ചെറിയ ഒരു ഇത് അതിനകത്ത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. അല്ലാതെ ഒരു ചെറിയ ബാഡ്റൂം അവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇന്റീരിയേഴ്സിന്റെ കലാവിരുന്നുകളാണ്. ഇതൊക്കെ ഇതെല്ലാവരാണ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഉള്ള സ്പേസിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അറേഞ്ച് ആയിട്ട് വരുന്നതേ ഉള്ളേ. ഒരു പുതിയ വീടൊക്കെ നമ്മൾ കുറെ ടൈം എടുക്കും. പിന്നെ എല്ലാം ഒതുക്കി എല്ലാ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അത് പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യം കൂടെ. പ്രത്യേകിച്ച് അമ്മൂമ്മയ്ക്കൊക്കെ നമ്മള് അത് അങ്ങനെ തന്നെ ചെയ്തു. കാരണം വയ്യാത്തൊക്കെയാണ് പുള്ളിക്കാരത്തേക്കും. ഇതിന് കർട്ടൻ, ഒരു നോർമൽ, ഇതിനെന്തോ പേര് പറയാതെ എനിക്കറിയത്തില്ല. ഇതിനെന്താ പറയാ, എന്തോ ഒരു മറന്നുപോയി. നമ്മള് അന്നാസ് വിൻഡോസ് ആണ് ചെയ്തത്. ഇതിന് തുറക്കുന്നില്ല, കാരണം അപ്പുറത്ത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. ഇവിടെ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇവിടെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാൻഡിൽ വുഡനും ആണ്. മുകളിലോട്ട് പോവാം. ഫാൻ ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ പോയി. അപ്പൊ മുകളിൽ കയറി വരുമ്പോ ചെറിയൊരു സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം, വേണമെങ്കിൽ കിടക്കാം. അങ്ങനെ ഇത് നമ്മളെ അതെ, ഇത് ആക്ച്വലി ട്രിവാൻഡ്രത്ത് കിടന്ന സോഫയായിരുന്നു. അപ്പൊ നമ്മൾ അതിനെ ഒന്നും പൊടി തട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ പിന്നെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടേ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് അതെടുത്തപ്പോ കൂടെ അല്ലല്ല, ഇത് പഴയതൊന്നും തോന്നുന്നു. പക്ഷെ അത് പുതിയതൊക്കെ എടുത്തതാ. പൊടിയൊക്കെ തട്ടി ഇതിന്റെ എന്താ പറയാ, ഈ തുണിയൊക്കെ മാറ്റി ചെയ്തെടുത്തതാണ്. നല്ല കളർ. പിന്നെ ഇവിടെ ഫുൾ കട്ടനാണ്. മുകളിൽ മുതൽ താഴെ വരെ ഫുൾ കട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അയ്യോ, മൊത്തം പൊടിയായിരിക്കും കേട്ടോ. ഇവിടെ നോക്കിയാ അപ്പുറത്തെ വീടും സ്ഥലങ്ങളൊക്കെ കാണാം. പിന്നെ ഇത് സ്റ്റീലാണേ, അതായത് നമ്മുടെ ജനല് ഫുള്ള് സ്റ്റീലാണ്. ഇതിനകത്ത് ഇനിയും കർട്ടൻ ഉണ്ട് ഉള്ളില്. താഴത്തെ പോലെയാണോ? അല്ല, ഇത് വേറെയാണ്. ഇങ്ങനെ ഇടാം. അപ്പൊ ഇനി ഒട്ടും വെട്ടകത്ത് കയറത്തില്ല. അങ്ങനെ വളരെ കർട്ടന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വെട്ടകത്ത് വരുന്ന ഇഷ്ടല്ലേ? അല്ല, ഒരുപാട് വെട്ടം വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ തുറന്നിടാം, വേണ്ടെങ്കിൽ തുറന്നിടാം. അങ്ങനെ. അപ്പൊ ഇവിടെ ഇനി 2 ബെഡ്റൂം. ഇത് എന്റെ ബെഡ്റൂം, അത് അമ്മയുടെ ബെഡ്റൂം. നമുക്ക് ആദ്യം ഇതിൽ പോണം. നമുക്ക് അമ്മയുടെ ഇതിൽ പോയിട്ട് ലാസ്റ്റ് നമുക്ക് നിർത്താം. അങ്ങോട്ട് പോവാം. ഇത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയാണേ, ടെറസിലോട്ട് പോകുന്ന വഴിയാ. ഇതൊക്കെ നമുക്ക് സ്റ്റീൽ ഡോറുകളാണ്. അവിടെ മൊത്തം തുണിയും പിന്നെ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് അമ്മയുടെ വിശാലമായ ബെഡ്റൂം. ഇവിടെ എന്തെങ്കിലും സജഷൻ ഒക്കെ പറഞ്ഞു എന്റെ റൂം ഇങ്ങനെ വേണം എന്നൊക്കെ? അല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഇഷ്ടം പോലെ അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ കർട്ടൻ, മുകളില് സ്ഥലവാ, അത് നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. തോന്നിയല്ലോ. പിന്നെ ഇത് അമ്മയുടെ ചെറിയൊരു ബെഡ്. ഇതൊക്കെ നമുക്ക് ദില ഇന്റീരിയേഴ്സ് ആണ് ചെയ്തേക്കുന്നത്. ഇതും ഈ ബെഡ് കോട്ടും പിന്നെ ഇവിടെ കുറെ എന്താ പറയുന്നത് കബോർഡുകള്. പിന്നെ ഇന്റീരിയർ വർക്കും ഇവിടെ ലൈറ്റ് ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറെ ലൈറ്റ് ഒക്കെ വേണമെന്ന്. സോ നമ്മളൊരു ഇന്റീരിയർ വർക്ക് ലൈറ്റ് ആയിട്ട് ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. ചെറിയ റൂം, അത്രേ ഉള്ളൂ. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. രണ്ടിനും ഒരേ ഡോർ ഡിസൈൻ ഒന്ന് തന്നെ കൊടുത്തേക്കുന്നത്. ഓരോ ഡോറിനും ഓരോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓരോ റൂമിന്. അമ്മയ്ക്ക് ഒന്ന്, എന്റെ അമ്മൂമ്മയുടെ സെയിമാ. അമ്മയുടെ മാത്രം അമ്മ സെലക്ട് ചെയ്തതാ അവിടെ ഡിസോളിൽ പോയപ്പോ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ വരുമ്പോ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് കൂടി കാത്തിരുന്നത് ഈ റൂം കാണാൻ. ഇതാണ് ഇദ്ദേഹത്തിന്റെ അമൃതയുടെ സ്വന്തം റൂം. നമുക്ക് അതാണ് നിങ്ങൾ ഒന്നുമില്ല, വെറും ഒരു
നോർമൽ ബെഡ്റൂം കയറി വരൂ. ആ ഇതാണ് അമൃതയുടെ റൂം. പക്ഷെ ഈ റൂമില്ലേ ബാക്കിയുള്ള 2 റൂംസിനെക്കാളും നല്ല വ്യത്യാസം ഉണ്ടല്ലേ, കുറച്ചും കൂടി പ്രീമിയം ആയിട്ടാണ്, സ്വന്തം റൂം ആയിട്ടുണ്ടല്ലേ. അതെന്താണോ നമ്മുടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. അത് മനഃപൂർവ്വം സ്വന്തം റൂം കുറച്ചും കൂടി വലുതാക്കണം. അത് ആഗ്രഹം കൊണ്ട് ഇരിക്കും. അത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞങ്ങള് ഇത്രയും കാലം റെന്റ് ഹൗസ് ആയിരുന്നല്ലോ. അപ്പൊ ഓരോരുത്തടത്തും സ്ഥലമില്ല, വെട്ടമില്ല, നല്ല കർട്ടൻ ഇല്ല, നല്ല സൗകര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ എനിക്ക് എന്റെ ബെഡ്റൂം ചെയ്യുമ്പോൾ അതൊരു ആഗ്രഹമായിരുന്നു. അത്യാവശ്യം ഉള്ളതിൽ വലിപ്പം ഒരു ബെഡ്റൂം ഉണ്ടാവണം, നല്ല ലൈറ്റിംഗ് ഉണ്ടാവണം, നല്ല കർട്ടൻ ഉണ്ടാവണം എന്നൊക്കെ ആ രീതിയിൽ നമ്മൾ ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ റൂമിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു 3 വാർഡ്രോബ് വെച്ചിട്ടുണ്ട്, 3 ലെയറുള്ള. പിന്നെ കർട്ടൻ, അതാണ് ഏറ്റവും വലിയ. ഇത് ഫ്ലിപ്കാർട്ടോ? ഫ്ലിപ്കാർട്ടില്ല, ഫുൾ കർട്ടൻ. അത് ഡബിൾ ലെയർ കർട്ടൻ ആണ് അത്. പിന്നെ ഇതൊരു കർട്ടൻ, ഇതിനൊരു ഇതുണ്ട്, കാണിച്ചു തരാം. അത് ശരിയാ, ഒരു AC ഗിഫ്റ്റ് ശരിയാ, വെറൈറ്റി മീഡിയയുടെ വക AC. ഇങ്ങനെ ഇത് ഡബിൾ ലെയർ ആണേ. ഇത് നമ്മള് ക്ലോത്തില് ഇങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തതാണ്. എന്നിട്ട് ഒരു ഷീർ കൊടുത്തിട്ടുണ്ട്, അത് മാറ്റാം, ജനല് മാറ്റിയെടുക്കാം. കൊള്ളാം. ഇത് ഈ പറഞ്ഞ രാത്രി വെട്ടിട്ടാൽ നമുക്ക് അകത്തൊന്നും അധികം വെട്ടം ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഡബിൾ ലെയർ കർട്ടൻ ചെയ്തത്. പിന്നെ ഒരു നല്ലൊരു മാട്രസ്, നല്ല കളർ. ഇതല്ലേ, ഇത് ഫ്ലിപ്കാർട്ടിന്നാട്ടോ. ഇതിലേതൊന്നാണ്. ഇതൊക്കെ ഓൺലൈനിൽ കുറെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വർക്കുകളൊക്കെ ഇതൊക്കെ നമുക്ക് നില ഇന്റീരിയേഴ്സ് ചെയ്തതാണ്. ഇതെല്ലാം കർട്ടന്റെ ഫുൾ ക്രെഡിറ്റ് മണ്ണ വിൻഡോസ് ഫാഷൻ അവരാട്ടോ ചെയ്തത്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് താങ്ക്സ് പറയുന്ന 3 ടീം ഇവരാണ്. അന്ന വിൻഡോസ് ഫാഷൻ, നില ഇന്റീരിയേഴ്സ്, ഡീസോൾട്ട്. കാരണം ഡോറുകളെല്ലാം നമ്മൾ ഡീസോളിൽ നിന്ന് എടുത്തത്. അതാ നല്ല ഡോസ്. ഇത് കുറെ നാളെ നിൽക്കുകയും ചെയ്യും, കുറെ വർഷങ്ങളായിട്ട് നിൽക്കും. നമുക്ക് തടിയേക്കാളും ഏറ്റവും ഇപ്പൊ ലാസ്റ്റ് ചെയ്യുന്നതും എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. തടി എന്ന് പറയുമ്പോ നമുക്ക് ഇങ്ങനെ മഴ പിന്നെ എന്താ പറയാ, ചുരുങ്ങും, വീർക്കും, പൂപ്പലടിക്കും. അത് മാത്രല്ല ചെതല് കയറും, വിള്ളലാകും. അത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നീട് ഇതാകുമ്പോ അതിന്റെ ഒരു പ്രശ്നവും ഇല്ല. നല്ല ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളി. ഇതാണ്. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പാലുകാച്ചലിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്താ കണക്കിന്റെ ബുക്കാണോ? എത്ര ചെലവായി? ഇത് എനിക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ബുക്കാണ്. ഓർഡേഴ്സും കണക്കും എല്ലാം എഴുതുന്നതിന്റെ ബുക്കാണ്. ബുക്ക് സാധാരണ കണക്കിന്. അതെ. ഇതൊക്കെ ഗിഫ്റ്റാ? അതെല്ലാം ഗിഫ്റ്റാ. ഇത് വുഡാണോ? അത് വുഡല്ല, വുഡ് പോലെ തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ ബാത്റൂം ഒന്നും കാണിക്കണ്ടല്ലോ. അപ്പൊ പക്ഷെ ഈ റൂമിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ബാൽക്കണി. അതെ, അതും നല്ല കറക്റ്റ് വ്യൂ കിട്ടുന്ന ബാൽക്കണി. നമുക്ക് ബാൽക്കണി ഉണ്ടാകും, പക്ഷെ ആ ബാൽക്കണി നോക്കുമ്പോ കാണുന്ന വ്യൂ ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് കൊള്ളാം, ഇവിടെ ഇരിക്കാൻ നല്ല രസം. ബാൽക്കണി വ്യൂ ആണത്. ഇതൊക്കെ എന്റെ റിലേറ്റീവ്സ് ആണേ. ആണോ? ഊഞ്ഞാലൊക്കെ അമ്മയുടെ ഊഞ്ഞാലാണോ? ഓക്കെ. അപ്പൊ ഇതിനപ്പുറത്ത് മലയാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന മലയാണ്. ഇത് ചുറ്റും മലയാണ്. ഈ റബ്ബർ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത്. പിന്നെ എന്താ താഴെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് ഞങ്ങൾ ഈ പുന്നല അമ്മൂമ്മ കൊട്ടാരം എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ പോയാൽ ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് വീഡിയോ ഇട്ട് അത് ഭയങ്കര വൈറലായിരുന്നേ. അത് നമ്മുടെ പാടത്തിന്റെ കരയിലായിരിക്കുന്നേ. അടി നല്ല അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഓടുന്നൊരു തോടുണ്ട്. അതിന്റെ നേരെ കരയിലാണ് അമ്പലമൊക്കെ. പക്ഷെ ഇനിയൊരു പ്രശ്നം വരുമ്പോ നിന്നെ കൊണ്ടുപോട്ടോ. നേരത്തെ വന്നാൽ മതിയായിരുന്നു. നേരത്തെ കുറച്ചുകൂടി നേരത്തെ വന്നായിരിക്കും നമുക്ക് അവിടെ ഒക്കെ എടുക്കായിരുന്നു. കനാലിൽ വെള്ളം ഇട്ടേക്കുന്നോണ്ട് നല്ല ഇഷ്ടംപോലെ വെള്ളമുണ്ട്. നല്ല രസമാണ്. പക്ഷേ നല്ല ഒരു മഴ, ഒരു കട്ടൻ ചായ, അല്ലെങ്കിൽ ഇങ്ങനെ ഊഞ്ഞാലക്കാടി, കൂടെ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും. നീ കട്ടനൊക്കെ കുടിച്ചിരുന്ന ആടാ? അല്ല, കല്യാണം ഒറ്റയ്ക്ക് ഇങ്ങനെ. ഇനിയിപ്പോ വീടായി, കാറ് വാങ്ങിച്ചു, ബിസിനസ് ഉണ്ട്. കാറിന്റെ കണ്ടല്ലോ, കാറിന്റെ ഒരു കഥയുണ്ട് പറയാം. പക്ഷെ ഇനിയിപ്പോ സെറ്റിൽ ആവാനുള്ള സമയം. ഞാൻ 2026 ഇങ്ങനെ പ്ലാൻ ഉണ്ട് കല്യാണം. അപ്പോ കാരണം സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്താ പിന്നെ നമുക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. ഇനിയിപ്പോ എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, ബാധ്യതകളൊന്നും ഇല്ല. ഇനിയിപ്പോ പ്രായം, ഐ മീൻ ഒരുപാട് ഏജ് ആയല്ലോ. ആണോ? പിന്നെ എത്ര വയസ്സുണ്ട്? എനിക്ക് 29.
അവ ചെയ്യുവാണോ? ആണോ? ഭാഗ്യം. 29 ആയില്ലേ, ഇനിയിപ്പോ നമുക്ക് ഒരു ഫാമിലി സെറ്റിൽഡ് ആവുന്ന ടൈം ഒക്കെ ആയല്ലോ. സോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഈ വർഷം തീരുന്നതിന്റെ ഉള്ളില് ഇവിടെ കൂടെ ഇരുന്ന് ആടാൻ ഒരാളും കൂടെ വരും. കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടുവച്ചിട്ടുണ്ട്, നമുക്കറിയാം. അറിയാം. ഓ, ഷീസ് കമ്മിറ്റഡ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ആവട്ടെ. അമ്മയോട് എന്തൊക്കെ പറയണം, നമുക്ക് അമ്മേനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടോ? അപ്പൊ നമ്മുടെ ഹോം ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടമായി. അമൃതേനെ പോലത്തെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ക്യൂട്ട് ഹോം, നല്ല ഹോം എനിക്ക് ഇഷ്ടമായി. അത് എടുത്തു പറയണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചെറിയ സത്യം ഹോമാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇതിപ്പം എത്ര സ്ക്വയർ ഫീറ്റ്? 1300. ഈ ഒരു സ്ക്വയർ ഫീറ്റില് ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വീട് വെക്കുന്നത് എങ്ങനെയാണെന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് അമൃത. എല്ലാം പറഞ്ഞുതരും. എങ്ങനെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ. ഇപ്പൊ എനിക്കറിയാം ഇനി എവിടെയൊക്കെ ചുരുക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങൾ എടുത്തു കൊടുത്താൽ നമുക്ക് റേറ്റ് കുറയ്ക്കുന്നൊക്കെ ഉള്ളത് ഇപ്പൊ എനിക്ക് കുറച്ചും കൂടെ അറിയാം. പിന്നെ എവിടെയൊക്കെ നല്ല സാധനങ്ങൾ കിട്ടും എന്നും അറിയാം. എനിക്കറിയാം. അതെ, ഡോറ് ഡീസോള്, അതേപോലെ കർട്ടൻ, ആന വിൻഡോസ് കർട്ടൻ, പിന്നെന്തായിരുന്നു ഉള്ളത്, നില ഇന്റീരിയേഴ്സ്, എല്ലാം അറിയാം. അപ്പം ഈ ഊഞ്ഞാല ഓൾറെഡി അമ്മയാണല്ലേ സെലക്ട് ചെയ്ത്. അമ്മ താഴെ എന്ന് പറയുന്നുണ്ട്, അത് എന്റെയാണോ ആ ഊഞ്ഞാല? ഇത് അമ്മയുടെ ആണോ? അമ്മ സെലക്ട് ചെയ്ത് ഞാൻ പൈസ കൊടുത്തു. അതിനോട് പ്രസക്തി ഇല്ല. പക്ഷെ നല്ല ഊഞ്ഞാല, നല്ല സുഖമുണ്ടിരുന്ന് ആടാൻ. നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും നല്ല രസമുണ്ട്. ഒരു മഴയൊക്കെ പെയ്ത് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ. കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ. എനിക്കിത് വീടായിട്ട് തോന്നില്ലേ, നമ്മളിങ്ങനെ സ്റ്റേക്കൊക്കെ എവിടെയെങ്കിലും പോയില്ല ഇതുപോലത്തെ ഒരു സ്ഥലത്തൊക്കെ, ആ ഒരു വൈബ്. മുകളിലൂടെ കണ്ടപ്പോ അതല്ലേ, മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട്. ആ മലയുടെ വ്യൂ ഒക്കെ ശരിക്കും കാണാൻ പറ്റും. ഒരു വെളുപ്പാങ്കാലൊക്കെ ആകുമ്പോഴേക്കും നല്ല രസമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വീട് വെച്ചത്. അതാ. ഇവിടെ ഇനി ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഏതാ അമൃതയുടെ? ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് എന്റെ റൂമിനകത്തായിരിക്കും. അതിപ്പോ അവിടെയാണെങ്കിൽ അങ്ങനെ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഫേവറേറ്റ് സ്പോട്ട് ഒന്നുമില്ല, എല്ലാം എനിക്ക് ഇഷ്ടമാണ്. അമ്മയ്ക്കോ? അമ്മയ്ക്ക് അവിടെ അമ്മ ഹോളിലായിരിക്കും കൂടുതൽ സമയം എടുക്കുന്നത്. ഇപ്പൊ ഈവൻ ഊഞ്ഞാലാണെങ്കിൽ നമ്മൾ അങ്ങനെ വന്ന് ഇരുന്ന് ആടുകയോ അങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ എല്ലാം സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇന്നിപ്പോ വാഷിംഗ് മെഷീൻ TV ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വരുന്നതേ ഉള്ളേ. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് സെറ്റിൽഡ് ആയിട്ടില്ല. ഈ ടൈൽ അമ്മ സെലക്ട് ചെയ്തതാണ്. വൈറ്റ് കളർ തന്നെ വേണമെന്നുണ്ടായിരുന്നു. കാരണം വൈറ്റ് ആവുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരിക്കും. പ്രശ്നം എപ്പോഴും ക്ലീൻ ചെയ്യണം. അതെ അതെ, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. ഭയങ്കര ക്ലീൻ ചെയ്യണം, ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ. ഈ ലൈറ്റ് കളേഴ്സ് പേസ്റ്റൽ കളർ എടുത്തതാണ് നമ്മുടെ 3D കണ്ടിട്ട്. നമ്മൾ വൈറ്റ് ചെയ്താൽ പ്രശ്നം എന്ന് പറഞ്ഞാല് കുറച്ച് നാള് കഴിയുമ്പം പൊളിഞ്ഞു നല്ല വരുന്നത് എന്തോ ഒരു വേറൊരു കളറാവും. അപ്പൊ നമ്മൾ ഏതെങ്കിലും പേസ്റ്റൽ കളർ എടുത്താൽ അങ്ങനെ തന്നെ ഇരുന്നോളും. നമുക്ക് മാറത്തില്ല. ഇപ്പൊ കളർ എടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് എന്റെ മാമ എന്റെ അടുത്ത് പറഞ്ഞു, ഈ കളർ എടുത്ത് നന്നായി, അവര് വൈറ്റ് ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു എന്താണ് മഴയൊക്കെ പിടിക്കുമ്പോ ചിലപ്പോ പായല പൂപ്പൽ അങ്ങനെയൊക്കെ വരും. ഇതിന് അങ്ങനെയൊന്നും വരില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ക്യൂട്ട് അമൃതയുടെ ക്യൂട്ട് ഹോം ടൂർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ ഞങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് തിരിച്ചു വരും. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കാന്ന് പറയുന്നത്, അത് ഈ ഒരു ഏജിൽ ഉണ്ടാക്കാന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ അത്രയും സ്ട്രഗിൾ ചെയ്ത്, അത്രയും കുറെ ഒറ്റയ്ക്കല്ലേ എല്ലാം സ്ട്രഗിൾ ചെയ്ത് ഫേസ് ചെയ്ത് ഇത് ബിൽഡ് ചെയ്തെടുത്തത്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം അടിപൊളിയാണ്. എന്റെ മോളെ കൊണ്ട് ഞാൻ ഇപ്പം ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ട്. അവള് തന്നെ ഇത്ര ഒരു കഷ്ടപ്പെട്ട്, പിന്നെ അതിലെനിക്ക് ഉപരി എന്റെ അമ്മയ്ക്കൊരു വീട് വേണം. എന്റെ അമ്മ ഒരു ദിവസമെങ്കിലും അതിൽ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അത് നമ്മുടെ പഴയ വീടായിരുന്നേ, ഓടിട്ട വീടായിരുന്നു. അതിനകത്ത് മഴ പെയ്ത് ഒരു തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല. അതേപോലെ അകത്ത് ചോർച്ച, ഇഷ്ടംപോലെ അട്ടകള്, കറുത്ത അട്ടയൊക്കെ വരും മഴ സമയത്ത്. നമുക്ക് അന്നത്തെ ടൈമിൽ ഒരു TV ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, ഒരു നല്ല ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ഉള്ളവരുടെ വീട്ടിൽ പോയി കാണും. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമായിരുന്നു ഇവിടെ വലിയൊരു TV വെക്കണം, 50 ഇഞ്ച് പോട്ടെ.